ഹലോ, വെൽക്കം ടു ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഏത്തക്ക അപ്പം. അല്ലെങ്കിൽ ചിലവർ ഇത് ഏത്തക്ക ബോളി എന്ന് വിളിക്കും, അല്ലെങ്കിൽ പഴംപൊരി എന്നും വിളിക്കും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഏത്തക്കയാണ്. പഴുത്ത ഏത്തക്ക ആയിരിക്കണം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് വെള്ളം, പിന്നെ ആവശ്യത്തിന് എണ്ണ. ആദ്യം നമുക്ക് ഈ ഏത്തക്ക ഒന്ന് 4ആയിട്ട് മുറിക്കാം. നടുക്കിങ്ങനെ ഒന്ന് മുറിക്കുക. ഓക്കെ, ഇപ്പോൾ 2ആയി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 4ആയിട്ട് മുറിക്കാം. ഞാൻ ഇപ്പോൾ ഇത് 4ആയിട്ട് മുറിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 2ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കേരള സ്നാക്കാണ്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നൊരു സ്നാക്കാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. 4 മണിക്കൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ചായയോടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിതെല്ലാം 4ആയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇടാം. മഞ്ഞൾപ്പൊടി ശരിക്കും ഒരു കളറിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട. നല്ലൊരു മഞ്ഞ കളർ ഇടും. ജീരകം, പിന്നെ പഞ്ചസാര ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾ ആദ്യം പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടാക്കരുത്. പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആക്കാതെ ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നിങ്ങൾ നോക്കണം എങ്ങനെയാണ് പേസ്റ്റ് വരുന്നതെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു മഞ്ഞ കളർ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. കട്ടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ഏത്തയ്ക്ക ഇതിലോട്ട് മുക്കി നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് മുക്കിയെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവറിൻ്റെ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയും ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഈ പേസ്റ്റ് എല്ലാം ഇതിൽ തരണ്ടിയിരിക്കണം. തീ ഇച്ചിരി കുറച്ചേ വെക്കാവുള്ളൂ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ പുറമേ മാത്രം കരിഞ്ഞ് കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ബിക്കോസ് ഓയിൽ ഓൾറെഡി ചൂടായിരിക്കുകയാണ്. ഇതിനി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തെടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ രണ്ടാമത് ഇട്ടതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ക്രൗഡഡ് ആക്കി വെക്കാതെ. ഒരുപാട് ക്രൗഡഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ തമ്മി മുട്ടിയിട്ട് ഊരിപ്പോകാൻ ചാൻസ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിള്ളേർക്ക് പച്ചയ്ക്ക് ഏത്തയ്ക്ക കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ 4 മണിക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഞാൻ പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.